ഹായ് ഹലോ ഫ്രണ്ട്സ്, വെരി വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഗ്രിൽ ചിക്കൻ ആണ്. നമ്മൾ യൂട്യൂബിൻ്റെ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഗ്രിൽ ചിക്കൻ കണ്ടിട്ടുണ്ട്, പുറത്ത് കാനിലൊക്കെ കൂട്ടിയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കതിന് പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഓവനിലാണ് ഗ്രിൽ ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ചിക്കൻ മാരിനേറ്റ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ഈ ക്വാണ്ടിറ്റിയിലൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് വേണം നമ്മൾ സാധനങ്ങൾ എടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. നമ്മുടെ ചിക്കൻ മസാല, നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ചുള്ള പൊടികൾ നമ്മളെടുക്കുക. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പകുതി നാരങ്ങ നമുക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നോക്കേണ്ടത് ഇത് പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നാരങ്ങ വേണ്ട. ഇപ്പം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ പകുതി നാരങ്ങ എടുത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ മാരിനേറ്റുള്ള ചിക്കൻ, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണോളം ഉപ്പ് വേണം, കാരണം ഉപ്പ് ലേശം മുന്നിട്ട് നിന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് നമ്മളെ പെരിഞ്ചീരകം പൊടിച്ചതാണ്. അപ്പോൾ നമുക്കിതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മസാല കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി, അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ, നമ്മളെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം, അത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഓയിൽ ഒഴിക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആ ചിക്കൻ്റെ വരഞ്ഞു കൊടുത്തിട്ട് ഇതിനകത്തൊക്കെ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിലെല്ലാം കൂടെ ഇരിക്കുന്ന പീസസിൽ നമ്മുടെ ചിക്കൻ ഒന്ന് മസാല തേച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം പീസസിൽ മസാല തേച്ച് എടുത്തിട്ടുണ്ട്. ഇതൊരു ഓവർനൈറ്റ് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അറ്റ്ലീസ്റ്റ് നമ്മൾ വെക്കുമ്പോൾ 2 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി നമുക്കെടുക്കാം. ഇപ്പോൾ നമുക്ക് അടച്ച് വേണം ഫ്രിഡ്ജിൽ വെക്കാനില്ലെങ്കിൽ ഐസ് കെട്ടും. അപ്പോൾ നമുക്ക് അടച്ച് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് ഏറ്റവും ബെസ്റ്റ്, മിനിമം 2 മണിക്കൂറെങ്കിലും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഓവനിൽ വെക്കുന്ന പാൻ നമുക്ക് ടിൻ ഫോയിൽ നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അലുമിനിയം ഫോയിൽ റാപ്പ് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും ഈ മസാലയൊക്കെ ഇവിടെ കരിഞ്ഞ് ഇരിക്കുക. നമുക്ക് കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ടിൻ ഫോയിൽ നിന്ന് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ടിൻ ഫോയിൽ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വയ്ക്കാനുള്ള ഗ്രില്ലെടുക്കാം. ഗ്രില്ലിനകത്ത് നമുക്ക് ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ നമ്മളൊന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് തീർന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ എടുക്കാൻ ടൈമാവും. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് നമുക്കെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് നമ്മളെ ചിക്കൻ ഇരിപ്പുണ്ട്. കണ്ടോ, നമ്മൾ 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. മിനിമം അതിന് വെക്കണം, എങ്കിലേ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ടിൻ ഫോയിൽ പൊതിഞ്ഞ് എല്ലാം നമ്മൾ സെറ്റാക്കി ഓവനിൽ വെച്ചിട്ടുണ്ട്. ഈ ഓവൻ്റെ ടെമ്പറേച്ചർ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ ചിക്കൻ പീസസ് എല്ലാം നമ്മൾ ഓവനിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ കുക്കായി വരുന്ന സമയത്ത് അതിൻ്റെ ആ ജ്യൂസ് ഇങ്ങനെ വീഴുന്നത് കാണാൻ പറ്റും. ഗ്രിൽ ചിക്കൻ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവരും കഴിക്കാം. പിന്നെ ഫാറ്റൊന്നും അതിലധികം വരത്തില്ല. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് നല്ല കിട്ടില്ല മഴ പെയ്യുന്നുണ്ട്, നല്ല സൂപ്പർ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ചൂട് ഗ്രിൽ ചിക്കൻ കഴിക്കാനായിട്ട് പറ്റിയ ടൈമാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ ഓവനിൽ വരുമ്പോൾ നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് പുറത്തെടുക്കണം.
പുറത്തെടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കരിഞ്ഞ് ഡ്രൈ ആയിപ്പോൾ അപ്പോൾ നല്ലൊരു ജ്യൂസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവനെ തിരിച്ച് വെച്ച് കൊടുക്കാം. അത് മറു സൈഡ് വേകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സൈഡും മറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഓവനിൽ തന്നെ കയറ്റി വെക്കാം. ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പിന്നെയും പുറത്തെടുക്കണം. നമുക്ക് അടച്ചു വെക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ സൈഡ് നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഇതിനെയും പുറത്തെടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത കൂട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക, വെക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. തിരിച്ച് കയറ്റി വെച്ച് ഇത് നമ്മൾ ആ മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ നമ്മുടെ ഗ്രിൽ ചിക്കൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ മറ്റേ ഡീറ്റെയിൽസ് എത്ര ടെമ്പറേച്ചറിൽ വെക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ട് നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ 2 സൈഡും ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പുറത്തേക്ക് നല്ല മൊരിഞ്ഞ ചിക്കൻ്റെ മണം ഇങ്ങനെ സഹിക്കാൻ പറ്റും. അതിന് പുറത്താണെന്നുള്ള അസാധ്യ മഴയും. അപ്പോൾ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് മഴ, നല്ല ചൂട് ചിക്കൻ. പൊളിക്കും. അപ്പോൾ നമുക്കിനി ഇന്ന് പുറത്തെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചിക്കൻ ലൈമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് മയണൈസ് ഉണ്ട്, മിൻ ചട്നി ഉണ്ട്, പിന്നെ നമുക്ക് ബ്രെഡും ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.